ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കത്തോലിക്ക സഭയിലെ എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ ശക്തമായ ഒരുപാട് സംഭാവനകൾ നൽകിയ ഇടുക്കി തങ്കച്ചനിൽ നിന്നും കുറച്ച് വിവരങ്ങൾ കേട്ടറിയുന്നതിന് വേണ്ടിയാണ്. വർഷങ്ങളായിട്ട് എനിക്ക് വ്യക്തിബന്ധമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം സഭയ്ക്ക് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് നടന്നിട്ടുള്ളതെന്നും സംഭാവനകൾ എന്താണെന്നും അദ്ദേഹത്തോട് തന്നെ നേരിട്ട് നമുക്ക് ചോദിക്കാം. തങ്കച്ചായ, ഞങ്ങളുടെ ഈ അഭിമുഖം പരിപാടിയിലേക്ക് പ്രാർത്ഥനയോടെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അങ്ങയെപ്പറ്റി ഒരു വിശദീകരണം ഞങ്ങൾക്ക് പ്രേക്ഷകർക്കുമായി നൽകാൻ പറ്റുമോ? പിന്നെന്താണ്, എൻ്റെ വീട് ആലപ്പുഴക്കാരനാണ് ഞാൻ, പക്ഷെ അറിയപ്പെടുന്ന ഇടുക്കി തങ്കച്ചൻ എന്നാണ്. ആലപ്പുഴയിൽ താമസിക്കുന്നെങ്കിലും കൊച്ചി രൂപതാംഗമാണ്. എൻ്റെ മാതാപിതാക്കളും ഞങ്ങൾ 7 മക്കളായിരുന്നു. 3 പേര് നേരത്തെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ബാക്കി ഇപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അവരെല്ലാവരും, ഞാൻ ഏകസ്ഥനാണ്, അവരെല്ലാവരും വിവാഹിതരാണ്. ഏകസ്ഥനാകാനുള്ള കാരണം 1972 ഞാൻ 72-73 ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച ജെസ്യൂട്ട് അച്ഛന്മാരുടെ സ്കൂളിലാണ്. അപ്പോൾ അന്ന് എനിക്ക് ഈശോസഭക്കാരെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല, അവിടുത്തെ മൈനർ സെമിനാരിയിൽ എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അച്ഛനറിയാം ഞാനൊരു അച്ഛനാകുമെന്നാണ് അവരുടെയൊക്കെ ധാരണ. എൻ്റെ ലൈഫ് സ്റ്റൈലും അങ്ങനെയായിരുന്നു. അതിന് കാരണം ഞാൻ ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ നിയമാവലി അനുസരിച്ച് ജീവിക്കാനുള്ളൊരു വളരെ ഒരു വലിയ കമ്മിറ്റ്മെൻറ്റ് എനിക്കൊരു 9ാം ക്ലാസ് മുതൽ കിട്ടി. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണത്. അതിന് കാരണം ഞാൻ ഫ്രാൻസിസ്കൻ ആദർശങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കാനിടയായി. ആ പുസ്തകത്തിൽ ഒരു വിശ്വാസ സാക്ഷ്യം നൽകണമെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ ജീവിച്ചിരിക്കണം. അങ്ങനെ ജീവിക്കുന്നതിനെയാണ് ആദർശം എന്ന് പറയുന്നത്. അല്ല പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ ആദർശമാണെന്നില്ല. അപ്പം അങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഒരു ഈശോസഭാ വൈദികനാകണമെന്നാണ് എൻ്റെ ആഗ്രഹവും. പക്ഷേ ഞാൻ SSLCക്ക് ഇംഗ്ലീഷിന് സെക്കൻഡ് പേപ്പറിന് 3 മാർക്കിന് തോറ്റുപോയി. അത് കാരണം സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞാൽ, ജെസ്യൂട്ട്സ് അന്ന് എല്ലാ വിഷയവും ജയിച്ചാലേ എടുക്കത്തുള്ളൂ. പിന്നെ ഞാൻ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി എല്ലാ വിഷയങ്ങളും എഴുതിയെടുത്ത് പാസ്സായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അച്ഛനാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. അച്ഛൻ എന്നെ കണ്ടതേ ഭയങ്കര ചിരി. അച്ഛൻ പറഞ്ഞു, എടാ അങ്ങനെ നിനക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ 15 വർഷം പഠിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിന്നെ ഞാൻ 3 വർഷം പഠിപ്പിച്ചവനല്ലേ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും കോൺഗ്രിഗേഷൻ നോക്കാൻ പറയും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ എൻ്റെ രൂപതയിൽ ചെന്നു. ഇന്നുവരെ അവിടെ നിന്ന് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല. ആ രീതിയിലാണ് അവിടെ പറ്റിയത്. 3ാമത് പിന്നെ ഞാൻ മിഷന് പോകാൻ ശ്രമിച്ചു. മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമില്ലെന്ന് പറയും. അങ്ങനെ വിഷമിച്ച് ഒരു 6 മാസം ഞാൻ കരഞ്ഞും പ്രാർത്ഥിച്ചൊക്കെ നടന്നു. പള്ളിയിലെ ഞങ്ങളുടെ സ്വർഗാരോപിത മാതാവിൻ്റെ പള്ളിയാണ്. ഞാൻ ആ മാതാവിൻ്റെ വലിയ ഭക്തനാണ്. മാതാവിൻ്റെ അടുത്ത് പോയി, എനിക്കൊരു സമർപ്പിത ജീവിതമാണോ അതോ ഞാൻ വിവാഹം കഴിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ്. വിവാഹം കഴിക്കാൻ എനിക്കൊട്ട് പ്രേരണ ലഭിക്കുന്നില്ല. മറിച്ച് എനിക്ക് ഒരു സമർപ്പിത ജീവൻ തന്നെ തോന്നുന്നു. അപ്പോൾ അതിനുള്ള വഴി എനിക്കറിയത്തില്ല വേറെ എന്താണെന്ന്. അപ്പം ഈ അച്ഛനാകാൻ ഞാനും പറ്റിയില്ല. പിന്നെ ഞാൻ ബ്രദർഹുഡിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു, പക്ഷേ ഞാൻ അന്വേഷിച്ചില്ല. ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷൻ. അതായത് ഈ ലീജിയൻ ഓഫ് മേരിയുടെ ഉദ്ദേശവാക്യം എന്ന് പറയുന്നത്, ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതരായ അൽമേൻ, ഇതാണ് അതിൻ്റെ വാക്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായുള്ള യുദ്ധം ഒരു അൽമേനായി തുടർന്നാൽ എന്താ സംഭവിക്കാനാണ്? അങ്ങനെ എനിക്ക് തോന്നുകയും ഞാൻ മറിയമേ ഞാൻ മുഴുവൻ നിൻ്റേതാകുന്നു, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുമെന്ന് പറഞ്ഞ് മാതാവിന് സമർപ്പിച്ചു. അന്നു മുതൽ ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ വിളിയും കർത്താവിൻ്റെ ഇടപെടലുമാണത്. നമുക്ക് തീരുമാനിച്ചതല്ല. ഇതൊക്കെ ഞാൻ തീരുമാനിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രേരണയാണ്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ എന്തെല്ലാം വന്നാലും ശരി, പോളിടെക്നിക് പഠിക്കുമ്പോൾ പോലും ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചു. ബുധനാഴ്ച ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ കിട്ടുന്ന ബൈബിള് ആദ്യമായിട്ട് യേശുവിൻ്റെ ബൈബിൾ പുതിയ നിയമം ഇറങ്ങിയപ്പോഴേ 300 ബൈബിൾ ഞങ്ങളുടെ പള്ളിയിലെ വികാരിച്ചം കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ ലീജിയൻ ഓഫ് മേരി അംഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാനും കുറേശ്ശെ വന്നിട്ട് പോയി കൊടുത്തു അവസാനം എനിക്ക് ഒരെണ്ണെടുത്ത് ഞാൻ 2000 രൂപ വെച്ച് ഞാൻ ആ ബൈബിള് വെള്ളിയാഴ്ച വൈകുന്നേരം വായിക്കാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നത് വെളിപാട് പുസ്തകത്തിൽ ആമേൻ പറഞ്ഞിട്ട് വായിച്ചിട്ടാണ്. അത്ര തീക്ഷണത എനിക്ക് അന്ന്. എനിക്ക് സൈനികനല്ലേ, സൈനികൻ നിയമങ്ങൾ അറിയണ്ടേ, അതിനു വേണ്ടിയൊക്കെയുള്ള വായനയാണ്. പക്ഷേ അങ്ങനെയാണ് എൻ്റെ തുടക്കം. അങ്ങനെ തുടങ്ങിയ ഞാൻ
ഒരു 74 മുതൽ 81 വരെ ജീവിച്ചപ്പോൾ ധാരാളം വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ആരംഭിക്കാവുന്നൊരു കാര്യമല്ല. ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിക്കില്ലേ, ഒറ്റയാൻ പട്ടാളമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മണ്ടന്മാരുടെ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞ അച്ഛനോടൊക്കെയുള്ള വെറുപ്പും അവരോടുള്ള വാശിയും അതുകൊണ്ട് എനിക്ക് പഠിക്കണം, അറിയണം, ആത്മീയ കാര്യങ്ങളിൽ വളർച്ച പ്രാപിക്കണം എന്നൊക്കെയുള്ള ദാഹം കൊണ്ടാണ് പഠിക്കുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 80 ആയപ്പോഴേക്കും ഞാൻ തികച്ചും ഒരു ആത്മീയ അഹന്തയുള്ള ഒരാളായി മാറി. അപ്പോൾ ഞാൻ ഏത് ആധ്യാത്മികരെ കണ്ടാലും, സിസ്റ്റേഴ്സിനെ, അച്ഛന്മാരെ, ബിഷപ്പിനെ കണ്ടാൽ ഇവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്താണെന്ന് നിങ്ങൾ ഉറ്റുനോക്കും. എന്നിട്ട് വിഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനേക്കാളും ഭേദപ്പെട്ടൊരു ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ വന്നപ്പോൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ കണ്ടുമുട്ടുന്നവരാരും ശരിയല്ല, ഞാൻ മാത്രമേ ഒരു ശരിയുള്ളൂ. ആ അവസ്ഥയിൽ നിന്ന സമയത്ത് എനിക്ക് സഭയിൽ ഒരുപാട് കാര്യങ്ങളിലുള്ള മാറ്റം വരണമെന്ന് എനിക്ക് തോന്നി. സഭയെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അച്ഛന്മാരുടെ ജീവിതശൈലി മറ്റത് പറിച്ച് അന്ന് പിള്ളേരല്ലേ, അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ഞാൻ പോയി പെട്ടത് പുലിക്കുന്നേലെന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ട് നമ്മുടെ പാലായിൽ. അദ്ദേഹം സഭയുടെ കുറവുകളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുക. അദ്ദേഹം ബൈബിളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് കേട്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ചേർന്നു ഇതിനെയൊക്കെ ഒന്ന് വിമർശിക്കണം, എന്ത് കണ്ടാലും പറയണം എന്നൊക്കെ പരുവത്തിലെത്തി നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ അടിയന്തരാവസ്ഥ ഇവിടെ വന്നപ്പോഴേ അടിയന്തരാവസ്ഥ ധാരാളം കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങൾ ഇവിടെ പ്രചരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കോളേജിലൊക്കെ ഉള്ള പിള്ളേർ മാക്സിം ഗോർക്കിയുടെ അമ്മ, ലെനിൻ, സ്റ്റാലിൻ, പിന്നെ മാർക്കോഫ് ഏംഗൽസ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇതൊക്കെ പിള്ളേർ പിടിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇവന്മാർ വിശ്വസിക്കുന്ന പുസ്തകം വെച്ചിട്ട് ചെയ്യാനുള്ള അടിയന്തരാവസ്ഥയുള്ള പ്രതിഷേധം കാണിക്കുന്നവർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിശ്വസിക്കുന്ന പുസ്തകമായ ബൈബിൾ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി കോളേജ്. അങ്ങനെയാണ് ബൈബിൾ മൃഗമെന്ന് അവരെന്നെ വിളിച്ചിരുന്നത്, മനസ്സിലായ. പക്ഷേ അതോടൊപ്പം തന്നെ യുവമാരെന്നെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ ചിലരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, അവരെന്നോട് പറയണം, നീ ഒരു വശം മാത്രം നോക്കിക്കൊണ്ട് പോയാൽ നിനക്ക് തെറ്റുപറ്റും, അതുകൊണ്ട് നീ ഇതൊക്കെ അറിയണം. അങ്ങനെ ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ജനതാ പബ്ലിക്കേഷൻസ് എന്ന് 2 രൂപയ്ക്കൊക്കെ നല്ല ഉഗ്രം പുസ്തകം തരും. അപ്പോൾ പൈസ വിലക്കുറവും വായിക്കാൻ പുസ്തകവും. എനിക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം നമ്മൾ അന്വേഷിച്ച കുഴപ്പങ്ങളൊക്കെ ഉണ്ടായ കാര്യം സാമ്പത്തികമായ അനീതിയാണ്. സഭയിൽ അഴിമതി, അതായത് ചില സാമ്പത്തിക കാര്യങ്ങളിൽ സഭ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൺഫ്യൂഷനായി. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദൈവമേ, ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ഒരു വശത്ത് എന്നെ സ്വാധീനിക്കുന്നു, ഇപ്പുറത്ത് കാർൽ മാർക്സ് പറയുന്ന സ്വാധീനിക്കുന്നു. ഞാനങ്ങനെ 2 നന്മയായിട്ട് തോന്നിയത് തമ്മിലുള്ള വടംവലിയിൽ നിൽക്കുന്ന സമയത്താണ് നവീകരണ ധ്യാനം കൂടുന്നത്. കരിസ്മാറ്റിക് ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് അവിടെ വെച്ച് എനിക്ക് പറഞ്ഞ് വെളിപ്പെടുത്തി തന്നു. 5 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്താനോടെ കേട്ടോ ധ്യാനത്തിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുന്നത് അല്ലെങ്കിൽ ഗമേല ചെല്ലുന്നത് 29 പേരോളം അവിടെ ഉണ്ട്. ആലപ്പുഴ മാർക്കറ്റ് വാർഡിലെ പിള്ളേരൊക്കെയാണ്. അവിടെ ഇരിക്കുന്ന ഒരുത്തൻ 18 സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി സബാൻ, ഇപ്പുറത്തെ നക്സലൈറ്റ് ബെന്നി, ഇപ്പുറത്ത് അങ്ങനെയൊക്കെയുള്ള പേരുള്ള പാർട്ടീസൊക്കെയാണ് ഇരിക്കുന്നത് അവിടെ. ബെന്നിയൊക്കെയാണ് അവിടുത്തെ ശുശ്രൂഷകരാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചാൽ, നീ എന്തിനാണ് ഈ ധ്യാനത്തിന് വന്നത്, നീ ഭക്തനായ നീ എന്തിനാണ് ധ്യാനത്തിന് വന്നത്, ഇത് പാപിയുള്ള ധ്യാനമാണ്, നമ്മൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് ചെന്നത്. ധ്യാനത്തിൽ വെച്ച് വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് രക്ഷിതാവെന്ന് ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് മത്തായി സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ 25 പോലുള്ള വാക്യങ്ങൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ കേട്ടിട്ട് ഞാൻ ഓർത്ത് ഇതൊക്കെ ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാമെന്ന്. അങ്ങനെ എനിക്ക് എൻ്റെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള തീക്ഷ്ണത വർദ്ധിച്ചു. അപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസമാണെങ്കിൽ പാവപ്പെട്ട ഒരു വീട് വായിക്കാൻ പരമയാൻ മശയില്ലാത്തവരുണ്ടെങ്കിൽ അവരോട് ചെന്ന് ചോദിച്ചിട്ട് മുനിസിപ്പൽകാരെ കൊണ്ട് ഓല വാങ്ങിപ്പിച്ചിട്ട് 100 മടൽ ഓല കെട്ടേണ്ട പെരയാണെങ്കിലും ഞാൻ മുകളിൽ കയറുന്ന കെട്ടും മറ്റൊരിടത്ത് തരും. അങ്ങനെയുള്ള പ്രവൃത്തികൾ, ആശുപത്രിയിൽ പോവുക, ഇതൊക്കെ ചെയ്ത് സൽപ്രവൃത്തികൾ ചെയ്യുന്നൊരു ഹരമായി എനിക്ക്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ധാരണ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്കുള്ള ഓരോ പടിയും കിട്ടുന്നതാണ്. പക്ഷേ ധ്യാനത്തിന് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തികളല്ല യഥാർത്ഥ രക്ഷയ്ക്കുള്ള കാരണം. യേശുക്രിസ്തുവിലെ രക്ഷിതാവുനാഥനുമായിട്ട് സ്വീകരിച്ചിട്ട് അവൻ നമ്മളൂടെ ചെയ്താലേ യഥാർത്ഥത്തിൽ രക്ഷയാകത്തുള്ളൂ. അപ്പോൾ അതിന് വ്യക്തിപരമായി യേശുവിനെ രക്ഷിതാവുനാഥനുമായിട്ട് സ്വീകരിക്കാൻ എനിക്കത് സഹായകമായ ധ്യാനം. 2ാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളത്. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് നമുക്ക് അനുഭവിച്ചറിയാവുന്നവനാണെന്നും പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നവനാണെന്നും മനസ്സിലായി. 3ാമത് എനിക്ക് ആ ധ്യാനത്തിൽ മനസ്സിലായത് എൻ്റെ കഴിഞ്ഞകാല ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട ഒരു മനസ്സുണ്ട്. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ, കഴിഞ്ഞ അനുഭവങ്ങൾ എന്നെ ആക്കി തീർത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. പലപ്പോഴും എനിക്ക് ഒരു അനുഭവമില്ല അത് വിളിച്ചിട്ട്.
അതേസമയം മാതാവിന് ഭയങ്കര ഭക്തിയാണ്. അതിന് കാരണം എൻ്റെ അമ്മച്ചി എൻ്റെ റോൾ മോഡലാണ്. അപ്പച്ചൻ പലപ്പോഴും നമ്മളുമായിട്ട് ഭയങ്കര ഉടക്കാം ഞങ്ങൾ, മനസ്സിലായോ? അപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ എന്ന ചിത്രം ഞങ്ങളുടെ അപ്പച്ചനിലൂടെയാണ് പിതാവിനെ കാണുന്നത് ഞാൻ. പിന്നെ മറ്റേ അച്ഛനിലൂടെയുമാണ് പിതാവിനെ കാണുന്നത്. അങ്ങനെ എനിക്കത് വളരെ ഉപകാരമായി. അതെന്നെ വളരെയധികം ഇന്നർ ഹീലിംഗ് എന്ന മേഖലയിലേക്ക് കൊണ്ടുപോയി. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിക്കാനും ഇന്ന് ഞാൻ കേരളത്തിൽ മിക്കത് ഞാൻ ഇപ്പോൾ ഡിവൈൻ പോർട്ടയിലാണെങ്കിലും ആന്തരിക സൗഖ്യം 2 മണിക്കൂർ ഞാൻ എടുക്കാറുണ്ട്. അത് വളരെയധികം സ്പർശിക്കാറുണ്ട് ആൾക്കാർ. പിന്നെ കളുടിയന്മാരെ അവരുടെ മാനസിക രോഗമാണ് മദ്യപാനം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ഇടുക്കിയിൽ ആരംഭിച്ചു. ആ ക്യാമ്പിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് വളരെയധികം പേരെ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയിലാണെങ്കിൽ തിബേരിയസ് സ്നേഹതീരം 10 വർഷം അവിടെ 10 വർഷം ഞാൻ ഈ വിഷയം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ആ നവീകരണ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തങ്കച്ച, ഒരു സംശയമുള്ളത്, അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. കാത്തലിക് കരിസ്മാറ്റിക് ഇൻ ഇന്ത്യ എന്നുള്ള വിഷയത്തിൽ കുറച്ച് പേർക്ക് അജ്ഞതയുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ അച്ഛൻ ഇതിനകത്ത് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് ഇപ്പം വഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 2 കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഒന്ന് വിശദീകരിച്ചു. പിന്നെ തീർച്ചയായിട്ടും കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ഈ നവീകരണ ധ്യാനം കൂടിയപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സഭയെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഉത്കണ്ഠകളും എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം ജോൺ 23-ാമൻ മാർപ്പാപ്പ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുന്ന അവസരത്തിൽ സഭയിൽ ആകമാനമുള്ളവരോട് ആവശ്യപ്പെട്ടു, ആദ്യ നൂറ്റാണ്ടിലേതുപോലൊരു പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ്, പെന്തക്കോസ്ത അനുഭവം നമ്മൾ സഭയ്ക്കുണ്ടാകണം. ആ ആവശ്യമാണത്. കാരണം പെന്തക്കോസ്ത അനുഭവത്തിൽ നിന്നും സഭ വളരെ അകന്നുപോയി. അതുകൊണ്ട് ഒരു പെന്തക്കോസ്ത അനുഭവം ആവശ്യമാണ്. പെന്തക്കോസ്തായിൽ സംഭവിച്ചറിയാമല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികളായിരുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ അന്യഭാഷകൾ സംസാരിക്കുക മാത്രമല്ല, അവരുടെ പ്രസംഗം, പത്രോസിലിയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ 3000 പേരെ മാനസാന്തരപ്പെടുത്തിയില്ലേ, അതുപോലെ ശക്തരായ അവർ. ഈ ഒരു അനുഭവം സഭയിൽ തുടർന്നു വന്നിരുന്നതായിട്ട് എനിക്ക് അന്ന് മനസ്സിലായി അന്നത്തെ ധ്യാനത്തിൽ. കാരണം ബൈബിളിൽ തന്നെ അതിന് പറയുന്നുണ്ട്. ഇപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2:1 മുതലുള്ള വാക്യങ്ങളാണ് ആദ്യ പെന്തക്കോസ്ത. അതേസമയം 4-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെന്ന് കേട്ടപ്പോഴേക്കും അടയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവരിന്ന് വിമോചിതരായി വന്നപ്പോൾ ഇവരെല്ലാം പേടിച്ചരണ്ട് മുറിയിടാതിരിക്കുക. അവരെല്ലാവരും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു രംഗമുണ്ട് 4-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യത്തിൽ. അവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അവിടുത്തെ ദാസരായ ഞങ്ങളുടെ മേലെ അവിടുന്ന് കനിയണമെന്ന് പ്രാർത്ഥിച്ചു. ആദ്യ നൂറ്റാണ്ടിൽ വന്ന് പരിശുദ്ധാത്മാവിനെ വീണ്ടും അയക്കണമെന്ന് വേണ്ട അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ പെന്തക്കോസ്ത ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, വീണ്ടും മനുഷ്യർ പ്രാർത്ഥിച്ചാൽ നടക്കും. അപ്പോൾ അത് ഇക്കാലത്ത് നടക്കും. ഏത് ഈ 2000 വർഷം കഴിഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചാൽ നടക്കും. അങ്ങനെ അതാണ് ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം. അതിന് LSS എന്നാണ് പറയുന്നത്, ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അതാണ് ആദ്യകാലത്ത് കൊടുത്ത 5 ദിവസത്തെ പ്രാരംഭ ധ്യാനം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ കരിസ്മാറ്റിക് അല്ല, സഭയിലുണ്ടായതാണ്. അല്ലാണ്ട് കരിസ്മാറ്റിക് റിന്യൂവൽ ഇൻ ഇന്ത്യ എന്നല്ല പറയേണ്ടത്, കരിസ്മാറ്റിക് റിന്യൂവൽ ഇൻ ചർച്ച്. അതാണ് കത്തോലിക്ക സഭയെ നവീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സൂനോദോസിൽ ഇടപെട്ടു. സൂനോദോസിൻ്റെ പ്രമാണരേഖയായ 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രാമാണിക രേഖയിൽ 16 പുസ്തകങ്ങളായിട്ടാണ് വരുന്നത്. ഏറ്റവും ആദ്യത്താണ് തിരുസഭ, 2-ാമത്തെ ദൈവാവിഷ്കരണം. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മാറ്റം വിശ്വാസ തിരുസംഘം പ്രഖ്യാപിച്ചതായിട്ട് വരുന്ന സംഗതിയാണ്. അപ്പോൾ തിരുസഭ, ദൈവാവിഷ്കരണം, അതോടൊപ്പം തന്നെ സഭ ആധുനിക യുഗത്തിൽ, ഇതൊക്കെ അൽമേൻ വായിച്ചറിയേണ്ട കാര്യമാണ്. കാരണം തിരുസഭയെക്കുറിച്ച് പറയുമ്പോൾ സഭ എന്താണെന്നുള്ളത്, സഭയുടെ എല്ലാം പറയാനുള്ള ടൈം നോക്കില്ലാത്ത ചുരുക്കി പറയണം. സഭയുടെ ഒരു ആത്മീയ ഭാവം അവിടെ വെച്ച് കിട്ടി. സഭ നമുക്ക് മനുഷ്യർക്ക് ശാരീരികമായിട്ടൊരു ജനകീയ ഭാവവും ആത്മീയ ഭാവം ഉണ്ടല്ലോ, അതുപോലെ സഭയ്ക്കും ഉണ്ടൊരു ആത്മീയ ഭാവം. സഭയുടെ ആത്മീയ ഭാവമാണ് യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും നമ്മളതിലെ ശാഖകൾ, ക്രിസ്തു ശിരസും നമ്മളതിലെ അവയവങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപാട് എനിക്ക് കിട്ടിയത് ഇൻഫർമേഷനല്ല, എനിക്കത് റെവലേഷനാണ്. എനിക്കൊരു വെളിപ്പാടായിട്ടാണത് കിട്ടിയത്, ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഈ സഭയിൽ ഓടി ഇറങ്ങി മരിക്കണം. ഞാൻ 40 വയസ്സിൽ മരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. 40ാമത്തെ വയസ്സിലെങ്കിലും എത്താവുന്നിടത്തൊക്കെ ഓടി പ്രസംഗിച്ച് മരിക്കണമെന്നാണ് സഭയുടെ നവീകരണത്തെക്കുറിച്ച്, കത്തോലിക്ക സഭയുടെ. ഇതിങ്ങനെ ഈ ആലപ്പുഴ കൈതവനപ്പള്ളിയിലാണ് ഞാൻ ധ്യാനം കൂടിയത്. അത് IMS ധ്യാനം മന്ദിരമൊന്നും ഇല്ല. ഞാനിവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴേ ഈ ഒരു ബോധ്യത്തിനാണ് പോകുന്നത്. ഞാൻ ചോദിച്ചില്ലേ എന്താണ് ഈ കരിസ്മാറ്റിക് എന്ന് ഇന്ത്യയിൽ? കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയുന്നത് അതാണ്. ഈ കാലയളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഭയിലുള്ള ഇടപെടലാണ്. ആ സഭയിൽ അങ്ങനെ അതിനൊരുങ്ങുന്ന രീതിയിലാണ് കരിസ്മാറ്റിക് ധ്യാനത്തിൽ പണ്ട് വിഷയങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഞാൻ അന്നും ഇന്നും ആ വിഷയം ക്രമീകരിച്ചാണ് ഇടവകളിൽ ധ്യാനിപ്പിക്കുന്നത്. എൻ്റെ കാരണം ഞാൻ അന്നും കരിസ്മാറ്റിക്കാണ്, ഇന്നും കരിസ്മാറ്റിക്കാണ്, അത് കേട്ടോ. അപ്പോൾ അങ്ങനെ
ഹൈറേഞ്ചിൽ ചെന്നു. പിന്നെ ഒരു ഫയറാണ്, ഞാൻ ഒരു തീയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വണ്ടിക്ക് സ്പീഡ് പോലെ ഇടുക്കിയിലെത്താൻ എനിക്ക് തോന്നിയാണ്. ഉടനെ ഇടുക്കി ചെല്ലണം, അടുത്ത പള്ളികളിലേക്കൊക്കെ ഓടണം. അങ്ങനെയാണ് ചെന്നപ്പോഴേ അടുത്ത പള്ളിയിൽ തിരുനാളാണ്. ആ തിരുനാളിന് ഞാൻ ചെന്ന് വിട്ടതേ പ്രദക്ഷിണം ഇറങ്ങി. സന്ധ്യയ്ക്കാണ് പ്രദക്ഷിണം, 6:30ക്കാണ് തുടങ്ങിയത്. അപ്പോൾ അതൊരു 3 കിലോമീറ്റർ അകലെ തടിയമ്പാട് വരെ പോകും. പോകുന്ന വഴിക്ക് ഒരു റബ്ബർ തോട്ടമുണ്ട്. അതിനകത്ത് ചെന്നപ്പോൾ ഞാൻ നോക്കി ഒരു 10-65 പേര് വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം ഇത് വിശ്വാസ പ്രഘോഷ റാലിയിൽ വീഡിയും വലിച്ചുകൊണ്ട് പോകുന്നു. ഇതെന്ത് പരിപാടിയാണ്? അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വെച്ച് കിട്ടിയ എളിപാടുണ്ടല്ലോ സഭയെക്കുറിച്ചുള്ള, അതാണ് ഈ സഭയുടെ മുഖമാണ് അവിടെ ഞാൻ കാണുന്നത്. ഇത് മാറ്റിയെടുക്കുക എൻ്റെ ദൗത്യമാണ് എനിക്ക് ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് പണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അത് അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പം. ഇതല്ല, ഇത് മാറ്റാൻ എൻ്റെ ദൗത്യമാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് വിശുദ്ധ ഗീവറിസിൻ്റെ തിരുനാളാണ്, ഗീവറിസ് പുണ്യാളാണ്. അടുത്ത വർഷം ഞാൻ ഒരു 50 പേരോളം വീഡിയോ ഇരിക്കുന്നുണ്ട്. 50 പേരെ ഞാൻ ബൈബിളും പിടിച്ച് ഈ റാലി കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. മനസ്സിലായി? അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, അവിടുത്തെ ബാൻഡ് സെറ്റുകാരന്ന് പാടിയ പാട്ട് പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ, അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വിഷമമായി. അന്ന് തീരുമാനിച്ച് അടുത്ത തിരുനാളിനിവിടെ ഭക്തിഗാനമല്ലാതെ പാടാൻ പാടില്ല. നമ്മൾ അതൊരു സീറോ മലബാർ സഭയുടെ പള്ളി, ഞാൻ ലത്തിപ്പള്ളിക്കാരൻ. അടുത്ത പള്ളിയാണെങ്കിൽ എനിക്കത് വിഷയമല്ല. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് വിവിധ റീത്തുകളെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വലത് കൈയെ കൊതുക് കടിച്ച് ഏത് കൈ കൊണ്ട് അടിക്കേണ്ടത്? ഇടത് കൈ കൊണ്ട്. അപ്പോൾ സീറോ മലബാറുകാരൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടവൻ ആരാ? ലത്തിൻകാരൻ പ്രശ്നം കൊണ്ട് ആര് പരിഹരിക്കണം? ഇതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നും ഞാൻ ഏത് റീത്തുകാരനാണെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഞാൻ സുറിയാനിക്കാരെ സ്നേഹിക്കുന്നു, മലങ്കരക്കാരെ സ്നേഹിക്കുന്നു, ലത്തീൻകാരെയും സ്നേഹിക്കുന്നു, ഓർത്തഡോക്സുകാരെയും യാക്കോബസിനെ സ്നേഹിക്കുന്നു. ഇവിടെയൊക്കെ പോയി ധ്യാനിപ്പിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. ആ 2 കാര്യമായിട്ട് ഞാൻ വിചാരിച്ചെടുത്തത്, അച്ചോ ഞാൻ ഒരു നേർച്ച നേർന്നു പോയി, അത് നടത്താൻ എന്നെ സഹായിക്കുമോ? എന്താണ് നേർച്ച? ഒന്ന്, ഈ വീഡിയോ വെച്ചുകൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര വിഷമം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ബൈബിൾ പിടിച്ച് ആൾക്കാരെ കൊണ്ടുവന്നാൽ സമ്മതിക്കുക. അച്ഛൻ സമ്മതിച്ചു. മറ്റേത് പറഞ്ഞു, ഇവിടെ അത് നടക്കുന്ന കാര്യമല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്. ഇവിടെ മനുഷ്യർക്ക് ആകപ്പാട് സന്തോഷത്തിൻ്റെ ഒരു മാർഗ്ഗം തിരുനാളൊക്കെ. അപ്പോൾ യൂത്തന്മാർക്കൊക്കെ ഒന്ന് ഇപ്പോൾ കളിക്കാനും ചാടാനും ഒക്കെ ഉള്ളൊരു അവസരം ഇത്രയൊക്കെ ഉള്ളിടൂ, അതൊക്കെ മതി. ഞാൻ അത് പറഞ്ഞാൽ പോരാ, ഇത് വിശ്വാസ പ്രഘോഷ റാലിയാണ്. അതുകൊണ്ട് ഇവിടെ സിനിമ പാടാൻ പാടില്ല. അതിന് താൻ എന്ത് ചെയ്യാനത്? അച്ഛൻ അനുവദിക്കും ഇത് മാറ്റുന്ന കാര്യം. അച്ഛൻ അനുവദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അടുത്ത വർഷത്തെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയി. ആദ്യം ചെന്നപ്പോൾ അവർ അപ്പനും മകനും കൂടെ ഓടിച്ച്, മകൻ തള്ളിയാണ് പുറത്തിട്ട്. എന്താ പറഞ്ഞാൽ അവൻ യൂത്തിൻ്റെ ലീഡർ അവിടുത്തെ. അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് യുവജനങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് പറയും. പക്ഷേ 5 തവണ സന്ദർശിച്ച് കഴിഞ്ഞ് 6ാമത്തെ തവണ അവർ പറഞ്ഞ് നമുക്ക് ഞാൻ ബൈബിളൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞു കൊടുത്തവരെന്ന്. അപ്പോൾ അതൊക്കെ കർത്താവ് എനിക്ക് ഇവിടെ തന്നെ വെളിപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പനി, ഞാൻ അന്ന് പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ ഇടവകയിൽ 15 പേര് പണിക്കാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം കൂടെ 75 പേരെ കൊണ്ടുവരണമെന്ന് ഇവിടെ ബൈബിളും പിടിച്ച് ബൈബിൾ വാങ്ങിച്ചു കൊടുത്ത് 75. അപ്പോൾ റാലി പ്രദർശനം ഇറങ്ങിയപ്പോൾ 75 പേര് ബൈബിളും പിടിച്ച് പോകുന്നു. അപ്പോൾ ഫൊറോന പള്ളിയാണ്. ഉടനെ അടുത്തുള്ള അച്ഛന്മാരൊക്കെ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചു. അതാ ലത്തിൻപിള്ള തങ്കച്ചൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കച്ച ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവിടെ ഒരു പട്ടക്കടയുണ്ട് ഞങ്ങളുടെ കവലയിൽ, ലക്ഷം കവലയിൽ. ഭയങ്കര ശല്യമാണ് അവിടുത്തെ മനുഷ്യൻ. മദ്യപിച്ചൊക്കെ കഴിഞ്ഞാൽ സന്ധ്യയൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. അവരെല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അച്ഛാ, കർത്താവിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാവുന്ന സ്ഥലം അതാണ്. അതുകൊണ്ട് ഞാൻ വന്നേക്കാം. പിറ്റേ ദിവസം മുതൽ ഇവിടെ 9 കിലോമീറ്റർ നടക്കണം. അവിടെ നടന്ന് വെളുപ്പാങ്കരത്ത് ചെല്ലും. ചെന്ന് രാവിലെ കള്ളു കുടിക്കത്തില്ലല്ലോ, മിക്കവാറും പേരും കുടിക്കത്തില്ല. അപ്പോൾ അന്നേരം ചേട്ടനോടൊക്കെ പറയും, ചേട്ടാ മദ്യപാനം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. ബൈബിളിൽ നിന്നൊക്കെ എനിക്കറിയാവുന്ന പോലെയൊക്കെ പറയും. അതിന് മുമ്പ് അമ്മച്ചമാരെ ഒരുക്കും, പെണ്ണുങ്ങളാണ്. പകൽ പോയി പെണ്ണുങ്ങളോട് പറയും, ഇങ്ങനെ മദ്യപാനത്തിൽ നിങ്ങൾക്ക് കുടിക്കുന്നത് കൊണ്ടുള്ള നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ വരുന്ന എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതൊക്കെ പറഞ്ഞ് ചൂടാക്കി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ 6 മാസം കൊണ്ട് പട്ടക്കട പൂട്ടി. പട്ടക്കടക്കാരനെ ധ്യാനം കുടിച്ച് അതും കൂടി അവസാനം അതിൻ്റെ പട്ടക്കടയുടെ മുകളിലൊരു ചീട്ടുകളി സെൻ്ററുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് വൃത്തിയാക്കിയെടുത്ത് അങ്ങനെ പട്ടക്കട പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് മാറി. ഇങ്ങനെ ഒരു മാറ്റമാണ് എൻ്റെ തുടക്കം നവീകരണത്തിൻ്റെ. മനസ്സിലായി? പിന്നെ ഈ ഇടുക്കി തങ്കച്ചൻ എന്ന പേര് കിട്ടാനേ ഇടുക്കി ജോലി ചെയ്തുകൊണ്ടാണോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇങ്ങനെ പേര് കേട്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഇടുക്കി തങ്കച്ചൻ? അതിനൊരു കാരണമുണ്ട്. ഈ പാതുവായിൽ അന്തോണി എന്ന് പറയത്തില്ല, അന്തോണി സുനിലാണ്. എന്താ പറയാൻ കാര്യം? അദ്ദേഹത്തിന് ലൈഫ് അവർക്ക് വേണ്ടി മാറ്റിവെച്ച് എന്ന് പറഞ്ഞതുപോലെ തങ്കച്ചൻ ഇടുക്കിക്ക് വേണ്ടി മാറ്റിവെച്ച മനുഷ്യനാണ് ജീവിതം. ഞാൻ ഞങ്ങളുടെ കമ്പനിയിലെ തൊഴിലാളികളെ ആദ്യം സുവിശേഷം പ്രഘോഷിക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കിയത്. കമ്പനിയിൽ വരുന്നവർ 6 ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ വരുന്നത്. ഞാൻ അവിടെ ചെന്ന് അച്ഛന്മാരോട് പറയാം, അച്ഛാ ഞങ്ങളുടെ കമ്പനിയിൽ ഇത്തരം തൊഴിലാളികളുണ്ട് ഈ ഇടവകയെന്ന്, അവർക്ക് ഇത്തിരി വചനമൊക്കെ പറഞ്ഞു കൊടുക്കാനും വിശ്വാസ പരിശീലനത്തിനൊക്കെ. അപ്പം അന്നൊക്കെ പള്ളിയിൽ സീറോ മലബാർ സഭയിൽ പുതിയ പള്ളിയിൽ അൽമേര പ്രസംഗിക്കുന്നത് അനുവദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുരിശുമലയുടെ മോളാണ് തരുന്നത്. കുരിശുമല എന്നൊരു നല്ല കയറ്റം കാരണം. അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കൂടെ വരും. ഇവരുടെ ബന്ധുക്കളും കൂടെ ഒരു 10-40 കാണും. അപ്പോൾ
ഒരു ദിവസം പാണ്ടിപ്പാറ, ഒരു ദിവസം മുളകുപള്ളി, ഒരു ദിവസം പൂമിയാംകുളം, ഒരു ദിവസം നാരാക്കാനം. ഇങ്ങനെ 4 സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആ 4 സ്ഥലത്തും പോയി വൈകുന്നേരം 5 മണി വരെ കമ്പനി പണിതേച്ചും നടന്ന് ഈ 13 കിലോമീറ്റർ പാണ്ടിപ്പാറയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഒരു 9-8:30 ആവും. അപ്പോൾ അവിടെ അവരോട് ക്ലാസ് അപ്പം പോകാൻ. എന്നിട്ട് രാത്രി 1 മണി 2 മണി വരെയൊക്കെ ക്ലാസ് എടുത്തിട്ട് തിരിച്ച് നടന്ന് ഇവിടെ വരുമ്പോൾ 3-3:30 ആവും. അപ്പോൾ എനിക്ക് ഭക്ഷണം തരുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. അവരൊരു കുറിപ്പ് എഴുതി വെച്ചേക്കും, പ്രിസിഷൻ ഇല്ലാത്ത കരിസ്മാറ്റിക്കാരനെ, എവിടെയെങ്കിലും പോയാൽ കൃത്യസമയത്ത് വരാനറിയാത്ത കരിസ്മാറ്റിക്കാരന് ഇന്ന് ഭക്ഷണമില്ല, ടിഫിൻ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ എനിക്കിങ്ങനെ കുടൽ ഒട്ടുന്ന പോലെ തോന്നും, വിശന്നിട്ട്. വിശപ്പിൻ്റെ കഠിനത അന്നൊക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. അപ്പോൾ ഞാൻ പോയി ടാപ്പ് തുറന്ന് പിടിപ്പിച്ചിട്ട് പറയും, കർത്താവേ നീ എനിക്ക് വേണ്ടി അവസാനത്തുള്ളൊരു രക്തം വരെ ചിന്തി, അതിന് പ്രതിസ്നേഹമായിട്ട് എനിക്ക് ഇങ്ങനെ സഹിക്കാനേ അറിയത്തുള്ളൂ. 26 കിലോമീറ്റർ നടന്ന് കമ്പനി പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് ഭക്ഷണമില്ലാതെ കിടക്കാൻ പോണ് എന്ന് പറയണ്ട. ഞാൻ മനസ്സിലാക്കുന്ന കരിസ്മാറ്റിക്കിൽ അഭിഷേകം അപ്പോഴാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മേലെ വരും. ഞാൻ ഓരോ അവിടെ നിന്ന് സ്തുതിച്ചൊക്കെ നോക്കിയിട്ട് തൃപ്തി വരുന്നില്ല. മുറിയുന്നു ടെറസിൻ്റെ മുകളിൽ വയ്ക്കാൻ കയറിയിട്ട് അവിടെ സ്തുതിച്ചിട്ട് ചുറ്റുമുള്ള മലനിരകളെ നോക്കും. ഇവിടെ കർത്താവ് അവിടെ എല്ലായിടത്തും നിൻ്റെ രാജ്യം വരുത്താൻ എന്നെ ഉപയോഗിക്കണം സുവിശേഷം പ്രസംഗിക്കാൻ. അവിടെയുള്ള ഓരോ പള്ളികളിലും കർത്താവ് എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിച്ചു. അതിന് കാരണം 85 എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഫീൽഡ് വർക്കാണല്ലോ. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഒരു പള്ളി ധ്യാനം. അത് കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് ഇറങ്ങും. 4 മണിയാകുമ്പോൾ തിരിച്ചു വരും. അടുത്ത പള്ളിയിൽ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ. എൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകത 5 ദിവസം ധ്യാനിപ്പിക്കുന്നതിന് 5 പൈസ വേണ്ട. കാരണം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് മറ്റ് വരുമാനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞേക്കും. അപ്പോൾ അത് കാരണം നമുക്ക് സുഖമായിട്ട് ഓരോ ഇടവകയിലും ധ്യാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ കോതമംഗലം രൂപതയിലെ 8 ഫൊറാന അവിടെ ഉള്ളത്. 8 ഫൊറാനയിലുമുള്ള 104ഓളം പള്ളികളാണ് അന്നുള്ളത്. ഇപ്പോൾ അത് 130 ഉണ്ട് ഇടുക്കി രൂപതയായപ്പോൾ. അതിന് 90% പള്ളികളിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു വർഷം ഒരു വില്ലേജ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വർഷം വേറെ വില്ലേജ് എടുക്കും. കാരണം അതുകൊണ്ട് ആ വർഷം കൊണ്ട് ആ വില്ലേജിലെ പള്ളികളിലെല്ലാം ധ്യാനിപ്പിച്ച് കഴിഞ്ഞിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പള്ളി. അങ്ങനെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ ഇടുക്കിയിൽ ജനങ്ങളും മദ്യപന്മാരുണ്ടെങ്കിൽ അവർക്ക് ധ്യാനം, അത് കഴിഞ്ഞാൽ ധ്യാനത്തിൽ വീണ് പോകുന്നവൻ്റെ വീട്ടിൽ പോകാനായിട്ട് കള്ളുകൂടി നിന്ന് വീഴാത്തവന്മാർ എന്നെ കൊണ്ട് പോകും. അങ്ങനെ പോയി ഞങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ നടപ്പാണ്. കാരണം 2 മണി 3 മണി വരെയൊക്കെ പോയി അവരൊക്കെ വീട്ടിലിരുന്ന് ചിലം കാത്തിരിക്കുകയാണ് പെണ്ണുങ്ങൾ, കിടക്കില്ലവർ എന്തെല്ലാം വന്നത്. അങ്ങനെ അവിടെയൊക്കെ പോയി അവരെയൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവരും. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉറങ്ങും. അങ്ങനെ ഒരു 20 വർഷത്തെ ജീവിതം ഇടുക്കിക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചതാണ് ഇടുക്കി. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് ഇങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്കറിയാനും പാടില്ല ഇങ്ങനെ ഒരു കാര്യം. ഇതെങ്ങനെ പെട്ടുപോയെന്ന് എനിക്കറിയത്തില്ല, ഈ പേര് വീണത് എങ്ങനെയാണെന്ന്. പിന്നെ അതിനൊരു കാരണമുണ്ട്. എറണാകുളത്ത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേന്ദ്ര സമിതി, അതായത് ഞാൻ നേരത്തെ ചോദിച്ചില്ല, കരിസ്മാറ്റിക് ഓഫ് ഇന്ത്യ എന്ന്, ഇന്ത്യ അല്ല, വേൾഡ് ഇൻ്റർനാഷണൽ കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസിൻ്റെ ഓഫീസുണ്ട്. അതുപോലെ ഭാരതത്തിലുള്ളതാണ് ഡൽഹിയിൽ. പിന്നെ NST എന്ന് പറയും, നാഷണൽ സർവീസ് ടീം. അന്നുണ്ടായിരുന്ന പേരതാ. കേരളത്തിൽ KST, കേരള സർവീസ് ടീം. അതിന് 24 സോണുകളുണ്ട്. ഈ സോണുകളെല്ലാം ചേർന്നാണ് അവിടെ. അപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ ഓരോ സോണിനെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഇടുക്കിയുടെ കോർഡിനേറ്റർ ഞാനാണ്. അപ്പോൾ ഇടുക്കിയിൽ തങ്കച്ചനെന്ന് പറഞ്ഞ് ഇടുക്കി തങ്കച്ചനായിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് ഏതായാലും അതാണ് ഇടുക്കി തങ്കച്ചനെന്ന് പറയാൻ കാര്യം. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം, ഈ ലീഡർഷിപ്പും വചനപ്രഘോഷണവും ഒന്നിച്ചു പോകുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ കേരളത്തിൽ. ഞാൻ ലീഡർഷിപ്പിലും ഉണ്ട്, രണ്ടിലുമുണ്ട്. കേരളത്തിലെ പിന്നെ കരിസ്മാറ്റിക് നവീകരണത്തിലെ KST എന്ന് കേരള സർവീസ് ടീമിനെ KCBCയുടെ 19ാമത്തെ കമ്മീഷനാണിത്. ആ കമ്മീഷൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് KST. അതിൻ്റെ ഓഫീസ് MOസിലാണ്, കളമശ്ശേരി. അവിടെ ഞാൻ കേരളത്തിലെ ഈ പറഞ്ഞ എല്ലാ രീതിയിലും 31 രൂപതകളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ന്യൂനപക്ഷമായ ഈ ലത്തീൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ന്യൂനപക്ഷം, അവർ ന്യൂനപക്ഷം എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ വരുന്ന കരിസ്മാറ്റിക്കുകളിൽ പൊതുവേ ധ്യാനമന്ദിരങ്ങൾ വളരെ കുറവുള്ളൂ ലത്തീൻകാർക്ക്. സീറോ മലബാറുകാർക്ക് മിക്കവാറും രൂപതയ്ക്ക് ധ്യാനമന്ദിരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ പോലും ഇലക്ഷൻ വരുമ്പോൾ തങ്കച്ചനായിരിക്കും വോട്ട് കൂടി വരുന്നത്. അങ്ങനെ 4 തവണ കേരളത്തിൻ്റെ നവീകരണത്തിൻ്റെ വൈസ് ചെയർമാനാകാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ഏകസ്ഥ ജീവിതത്തിന് ചിറക് ധരിച്ച കാലം. അപ്പോൾ പോയി 4 വർഷത്തിൽ ലോസപ്പ് ലീവ് 2 വർഷം ആദ്യം എടുത്തു. ആ ലോസപ്പ് ലീവ് എടുത്ത് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ പോയുള്ള ലീഡേഴ്സിന് ഫോർമേഷൻ. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജീവജ്യോതി, കാരിസ് ഭവൻ, പിന്നെ 89-ലാണ് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി. ഇവിടെ 76-ൽ നവീകരണം വന്നു. കരിസ്മാറ്റിക് ധ്യാനം കൂടി ഒരു 78 ആയപ്പോഴേക്കും ഏതാണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ തുടങ്ങി, ധ്യാനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ധ്യാന മന്ദിരങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി.
പിന്നെ തെരുവ് പ്രസംഗം ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു. ആ തെരുവിലെ പ്രസംഗം ഹൈറേഞ്ച് അങ്ങനെയാണ്. ഹൈറേഞ്ചിലെ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് കൺവെൻഷൻ, ധ്യാനം കൂടിയവർക്ക് മാത്രമേ ആ കൺവെൻഷൻ ഉള്ളൂ, അവർക്ക് ട്രെയിനിങ്ങാണ്. അപ്പോൾ അതിന് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ അവരുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു 3-4 പ്രാർത്ഥനാ ഗ്രൂപ്പ് ലൈനായിട്ട് വന്നൊരു ജംഗ്ഷനിലെത്തും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചെന്നിട്ട് ഒരു സ്കിറ്റൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലിക്കർ ലാമ്പൊക്കെ വെച്ച് ആ സ്കിറ്റ് സാത്താന്മാരൊക്കെ ഇങ്ങനെ പറക്കുന്നതായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഹൈ റേഞ്ച് ആയതുകൊണ്ട് അന്ന് അവിടെ ഇലക്ട്രിസിറ്റി കുറവല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഓടിക്കൂടും, കച്ചവട കടക്കലൊക്കെ. അവരൊക്കെ വന്ന് പറഞ്ഞാൽ നമ്മളൊരു 45 മിനിറ്റ് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു പ്രസംഗം. ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഈ പ്രസംഗത്തിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവൻ 45 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകത്തുള്ളൂ. ആ രീതിയിലാണ് ഞങ്ങളുടെ ടോക്ക്. അതെനിക്ക് വളരെയധികം എന്നെ ആനന്ദിപ്പിച്ചതും വളരെയധികം മനുഷ്യരെ വ്യക്തിപരമായി അന്ന് കർത്താവ് നേടിത്തന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ രോഗശാന്തിയൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ 30% ക്രിസ്ത്യാനികളെ ഉള്ളൂ, ബാക്കിയെല്ലാം മറ്റു ജാതിക്കാരാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞ് വളരെ സൂക്ഷിച്ച് പറയണം കേട്ടോ. അപ്പോൾ അവിടെ പ്രസംഗിക്കുന്ന ഞങ്ങളൊരു മുസ്ലിം പള്ളിയുടെ വാദിക്കലാണ്. ആ ടോക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ കർത്താവായ യേശു ഇന്ന് ഇവിടെ ജീവിക്കുന്നു, അവൻ പണ്ട് പലസ്തീനായി ചെയ്ത പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹിന്ദു സഹോദരൻ അതേ കൂടി കൊണ്ട് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ഒന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു കഷ്ടിച്ചൊരു 10-15 അടി വീതിയും ഒരു 25 അടി നീളമുള്ള ഒരു ഷെഡ് നടുക്ക് വെച്ചൊരു ഭിത്തി പോലെ കെട്ടിയിരിക്കണം. ഇതെല്ലാം പനയോല കൊണ്ടാണ്, പനയോല ഈറ്റ വല കൊണ്ട് കെട്ടിയതാണ്. അപ്പോൾ ഇപ്പുറത്തെ ചായക്കടയും ഇവിടെ വീടുമാണ്. അതിനകത്തോട്ട് കയറി കിടന്നപ്പോൾ ഒരു കൊച്ചുമുറിയിൽ ഒരു ചാക്ക് കട്ടിലിൽ ഒരു സ്ത്രീയെ കിടത്തിയിട്ടുണ്ട്. അവരുടെ വയർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ ഭയങ്കരമായിപ്പോയി. എന്നിട്ട് 3 ബക്കറ്റ് വെച്ചിരിക്കുകയാണ് പഴുപ്പ് വീരാൻ, നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചേട്ടത്തി പറയണം, എന്നോട് പറഞ്ഞ് എനിക്കും അവിടെ പുളിയമല വന്ന് കൺവെൻഷൻ കൂടണം, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുളിയമല കൺവെൻഷൻ ഒന്നും വരാൻ പറ്റത്തില്ല, അവിടെ റോയൽക്ക് സെക്ടറൊന്നും ഇല്ല, നമുക്ക് ആപ്പട ഗ്രൗണ്ടേ കിട്ടത്തുള്ളൂ, ഞാൻ ഡിവൈനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതല്ല ബ്രദറല്ലേ പറഞ്ഞത്, യേശുക്രിസ്തു ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. അത് സുഖപ്പെട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഞങ്ങൾ പൊളിഞ്ഞു പോയി. ഞങ്ങൾ പറഞ്ഞു കർത്താവ് ഈ ശാന്തക്കുള്ള വിശ്വാസമെങ്കിലും ഞങ്ങൾക്ക് തരണം. അപ്പം ഞാൻ പറഞ്ഞത് ആ സംഭവം പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് കൺവെൻഷന് ഒരു 10-30 ദിവസം കഴിഞ്ഞിട്ടാണ് കൺവെൻഷൻ. ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ കാല് ഇങ്ങനെയൊക്കെ പൊക്കുന്നു. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓരോ ധ്യാനമന്ദിരത്തിൽ വന്നവർ ഓരോ രീതിയിലുള്ള ആക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ഇത് പുതിയതാണ്. ഇത് കഴിഞ്ഞപ്പോൾ ചെന്ന് ആരാണെന്ന് നോക്കാൻ ഞാൻ ബ്രദറെ എന്നെ മനസ്സിലായോ, ഞാനാണ് രാമക്കൽമേടിലെ ശാന്തയാണ്, എന്നെ കർത്താവ് സുഖപ്പെടുത്തി. ഇത് ഒരെണ്ണം മാത്രം, ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ തെരുവ് പ്രസംഗം. അപ്പോൾ നമ്മൾ കർത്താവ് ഇങ്ങനെ ഫുൾ ടൈമർ ആയതുകൊണ്ട് ഈ ഏകസ്ഥ ജീവിതത്തിനൊരു ഗുണം അതാണ്. എവിടെ ചോദിക്കാൻ ആരുമില്ല, മക്കളില്ല, അധികാരികളില്ല, ആരുമില്ല. അപ്പോൾ പാതിരേക്ക് വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും പോകാം. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം. കരിസ്മാറ്റിക് പ്രവർത്തനത്തോടനുബന്ധിച്ച് അച്ഛന് സഭയിൽ നിന്ന് എന്തൊക്കെ ഹെൽപ്പ്? എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ജെനുവിനാണെന്ന് ഇടുക്കിയിലെ ഹൈറാർക്കിക്ക് മനസ്സിലായി. ഇടുക്കിയിലെ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കൊക്കെ മനസ്സിലായി ഞാനൊരു ജെനുവിനാണ്. ഈ തെരുവ് പ്രസംഗം ചിലപ്പോൾ ചില പൊറോന, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നെടുങ്കണ്ടം പടിഞ്ഞാറക്കവലയിൽ നിന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടുത്തെ പൊറോന വികാരി പറയുകയാണ്, നമുക്ക് ഹൈറേഞ്ചിന് വേണ്ടി കർത്താവിനാൽ അഭിഷിക്തനാക്കി അയക്കപ്പെട്ട തങ്കച്ചായൻ നമ്മുടെ പ്രവാചകനാണെന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ പറയുമ്പോഴും നമ്മൾ അത് എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്കൊരു അംഗീകാരം, അതുപോലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരുടെ ഇടയിലുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി, തന്നെയില്ല ഹൈറേഞ്ചിലെ കഞ്ചാവ് പരക്കെ വ്യാപിച്ച സമയമാണ് 86. അന്നൊക്കെ മന്മോഹൻ സാറും ജയപ്രസാദും കൂടെ അവിടെ വന്ന് അവരൊപ്പം ഞാൻ രൂപതയെന്ന് പറഞ്ഞ് ഇടുക്കി തങ്കച്ചനെ ഇറക്കിയില്ലെങ്കിൽ ആൾ വരത്തില്ല കേട്ടോ, കരിസ്മാറ്റിക്കുകൾ വരണമെങ്കിൽ ഇവർ വേണം, അല്ല നമ്മൾ പകൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആരും കാണത്തില്ല. അത് സത്യമായിരുന്നു. അങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾ മാറി മാറി പ്രസംഗിക്കാൻ പോകും. അതെല്ലാം അച്ഛന്മാരെ സ്വാധീനിച്ചു. ഇയാളൊരു പ്രാർത്ഥനക്കാരൻ മാത്രമല്ല, സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്, കള്ളുകുടിയന്മാരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അത് അവർ എനിക്കതൊരു വലിയ അംഗീകാരവും സ്നേഹവും പ്രോത്സാഹനമാണ്. അതാണ് അവിടെ പ്രവർത്തിച്ചത്. പിന്നെ രണ്ടാമത് ഹൈറേഞ്ച് മാത്രമല്ല, ഈ KST വൈസ് ചെയർമാനായതുകൊണ്ട് എല്ലായിടത്തും പോകണമല്ലോ. ഞാൻ കിടക്കാത്ത ബസ് സ്റ്റാൻഡില്ല. എന്താ പറഞ്ഞാൽ അന്ന് എവിടെയെങ്കിലും ചെന്ന് TA ഒന്നും അതിന് മാത്രം കിട്ടത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ചെന്ന് കിടന്നുറങ്ങിയിട്ട് നേരം വിളിക്കുമ്പോൾ പ്രസംഗിക്കാൻ പോകും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇതെല്ലാം ഒരു ലാറ്റിൻ കത്തോലിക്കരുടെ ഒരു ഓൾ കേരള പ്രോഗ്രാമിൽ അവരവരുടെ രൂപതയിലുള്ള പ്രധാന അൽമേരുടെ ബയോഡേറ്റ വേണമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനങ്ങളും പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് KSTയുടെ സംബന്ധിച്ച് വൈസ് ചെയർമാൻ ആയതുകൊണ്ട് ഗൾഫിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ദുബായിലൊക്കെ ഞാനൊരു 10-15 പ്രാവശ്യം പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ആ UAE മുഴുവൻ ലീഡേഴ്സിനെയും കൂടെ 23 ദിവസത്തിൽ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ. പിന്നെ അവിടെ ലേബർ ക്യാമ്പിൽ പോയി രാത്രി അവരുടെ അടുത്ത് നിന്ന് അവരുടെ മുറിയിലെ കട്ടലെല്ലാം പുറത്തെടുത്തിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുക. പിന്നെ അവർക്ക് മരണ ഫണ്ട് തുടങ്ങിക്കൊടുത്ത് കുറച്ച് പേർക്ക്. ഇവിടെ പാവപ്പെട്ടവർ ഇങ്ങോട്ട് പോരാൻ നേരത്ത് മരണ വാർത്ത അറിഞ്ഞ്
പോരാൻ കാശില്ലെങ്കിൽ ഉടനെ ബ്ലേഡുകാർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ ബ്ലേഡ് കൊടുത്തു വിട്ടാൽ മഷിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നു. ഞാൻ പറയും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് പറയും. 40,000 രൂപ ഒരു മരണത്തിന് അന്ന് ഈ ഫണ്ടിന് കിട്ടും. ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഇത് കൊടുത്ത എൻ്റെ ബയോഡാറ്റ. ഇത് ഇവിടെ ചെന്നപ്പോൾ ഇത് കരിസ്മാറ്റിക് ഇത് തന്നെ വചനപ്രകടനം മാത്രമെന്ന് പറഞ്ഞാൽ അവരങ്ങ് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എങ്ങനെയോ അത് റോമിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ റോമിൽ നിന്ന് അങ്ങനെ മാർപ്പാപ്പ പ്രോ എക്ലേഷ്യ എത്ത് പന്തിഫിച്ചേ എന്നും പറഞ്ഞൊരു പേപ്പൽ ബഹുമതി തന്നിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല അതെങ്ങനെ ബന്ധപ്പെട്ട് ഏത് വഴിയിലൂടെ വന്നതെന്ന് എനിക്കിപ്പോഴും അതിന് വലുതാണോ ചെറുതാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയൊന്നും കിട്ടി. അതിൻ്റെ മലയാളം ഇതാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് ഇതാണ്, ഫോർ ദി ചർച്ച് ആൻഡ് ഫോർ ദി പോപ്പ്. സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടിയുള്ള ആളെന്നുള്ള രീതിയിലുള്ള അപ്പം അങ്ങനെ. പിന്നെ ദൈവകൃപയാൽ എനിക്ക് 2 പ്രാവശ്യം റോമിൽ പോകാൻ പറ്റി. ഫ്രാൻസിസ് പാപ്പായെയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും ജോൺ പോൾ 2 മാർപ്പാപ്പയും കാണാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സംഭവം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് വലിയ ഭീഷണിയൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അത് കേരളത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ ക്രിസ്ത്യാനികളെ ഒരുപാട് പീഡിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട എൻ്റെ ഒരു ദുഃഖം ഞാൻ പറയട്ടെ. കേരളത്തിലുള്ള ക്രിസ്ത്യാനികളിൽ വളരെയധികം പേര് അക്രൈസ്തവരാണെന്ന് അവർ അറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് വലിയ പീഡനമൊന്നുമില്ല. എൻ്റെ റീഡിങ് പറയാൻ, അതായത് ഈയിടെ ഒരു ഔദ്യോഗിക രേഖ വന്നതിൽ 5% ആൾക്കാർ മാമോദിസ സ്വീകരിച്ചവർ പള്ളിയിലും കയറത്തില്ല, കൂദാശം സ്വീകരിക്കത്തില്ല, നരകത്തിൽ പോകാൻ തന്നെ തയ്യാറായിരിക്കും, ദൈവത്തെ അന്വേഷിക്കുന്ന പോലുമില്ല. എന്നാൽ 80% മനുഷ്യരും പള്ളിയിലും പോവും, കുർബാനയും സ്വീകരിക്കും, ബൈബിളും വായിക്കും, വേണേൽ കൺവെൻഷനും ധ്യാനത്തിനും ഒക്കെ പോവും. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അവർ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഫലങ്ങളൊന്നും പുറപ്പെടുവിക്കുന്നില്ല. അവർക്ക് ദൈവാത്മാവിൻ്റെ വരങ്ങളോ ദാനങ്ങളോ ഫലങ്ങളോ ഒന്നും അവർ കാണത്തില്ല. മനസ്സിലായി? ഇത്തരത്തിലുള്ള മനുഷ്യരാണ് കൂടുതലുള്ളവർ. അവിടെ നമുക്ക് റിസ്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ ലോകത്തോട് അങ്ങനെയുള്ളവർക്ക് ലോകത്തോട് താതാമ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. അവിടെ പ്രത്യേകമായിട്ടൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ഓഫീസിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റു സഹോദരന്മാർ ജീവിക്കുന്നതിനേക്കാളും വേണ്ടി വന്ന മോശമായി ജീവിച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചിരിക്കും. മനസ്സിലായി? എൻ്റെ അഭിപ്രായത്തിൽ അവിടെ പീഡനം ഉണ്ടാകുന്നെങ്കിൽ അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. ഇവിടെ ഇല്ലാത്തതിൻ്റെ കാര്യം നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആയിരുന്നെങ്കിൽ പണ്ട് പലരും നമുക്കെതിരായാലും. പിന്നെ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? കേരളീയർ ഒരു കാലത്ത് പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിച്ച് നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്ത്, ഇന്ന് പോർച്ചുഗീസിലേക്കും അവിടേക്കും ഇവിടെ നിന്നാണ് ആൾക്കാർ പോയി, അച്ഛന്മാർ പോയി ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള സംഭവമുണ്ട്. ഇത്രമാത്രം മിഷനറിമാരെ സൃഷ്ടിച്ച ഒരു കൊച്ചു രാജ്യം ലോകത്തെമ്പാടും ഉണ്ട് അങ്ങനെയുള്ളവർ. അപ്പോൾ അതൊരു അനുഗ്രഹമല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നവരും കുറേ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് പീഡനം ഉണ്ടാകാത്തത്. പീഡനം ഉണ്ടാകാനായിട്ട് അധികം താമസിക്കേണ്ടി വരികയെന്ന് എനിക്ക് തോന്നണം ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ. ഞാൻ വർഷങ്ങളായിട്ട് ഒരു 10 ഞാൻ പറഞ്ഞല്ലോ 20-25 വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് തങ്കച്ചാനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പരസ്പരം ബന്ധമില്ലാതായിപ്പോയി. അന്നും ഞാൻ ഈ കാണുന്നുണ്ട് ഗോഡ് ലവ് എന്ന് പറയുന്ന അത് ഗോഡ് ലവ് മാത്രമല്ല, ജീസസ് സേവിയർ എന്ന് എഴുതി വെക്കും. ചിലപ്പോഴൊക്കെ യേശു എൻ്റെ നാഥൻ. ഇത് ആദ്യം കരിസ്മാറ്റിക് ധ്യാനം ആരംഭിച്ച അവസരത്തിൽ കേരളത്തിലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ച് ദൈവപിതാവിൻ്റെ സ്നേഹാനുഭവം ഉണ്ടായ മനുഷ്യരെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് വെച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാനും അങ്ങനെ കുത്തി. കാലക്രമേണ എനിക്ക് മനസ്സിലായി ഇത് സുവിശേഷം പ്രസംഗിക്കാനൊരു വളരെ നല്ല സഹായകമായൊരു കാര്യമാണെന്ന്. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഞാൻ ട്രെയിനിൽ പോകുമ്പോഴേ ഒരു സഹോദരൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഗോഡ് ലവ് എന്ന് എഴുതാൻ കാര്യം? ദൈവം എത്രയോ ഉന്നതനാണ്, ആ ദൈവത്തെ വെറും സ്നേഹത്തിൽ ഒതുക്കാമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്. മനസ്സിലായേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം സ്നേഹമായിരിക്കണം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു സ്നേഹിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് സംസാരിച്ച് വന്ന് ഞങ്ങൾ കൊല്ലത്ത് വെച്ചൊക്കെ അറിയത്. ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങാറായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പള്ളിയിലെ മുഖർജിയാണ്. ഇത്ര നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് ഇങ്ങനെ ഒരു ഇത് മാനം ഉണ്ടെന്ന്. മനസ്സിലായ? അതുപോലെ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഈശോയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും പറയും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാനുള്ളൊരു മീഡിയ ആയിട്ടാണ് ഞാൻ, മാധ്യമമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഇത് കുത്തിയൊന്നും പറഞ്ഞ് എനിക്ക് അപകർഷത ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാരും ക്വസ്റ്റ്യൻ ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
തീർച്ചയായിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ തങ്കച്ചാൻ വളരെയധികം തിരക്കുള്ള മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എങ്കിൽ കൂടിയും ഞങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ച് ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച അങ്ങേക്ക് എൻ്റെ വ്യക്തിപരമായ നാമധേയത്തിലും ജൈനീസ് മീഡിയ നാമധേയത്തിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കാം. താങ്ക് യു. എപ്പോഴും പ്രസിദ്ധമായിരിക്കട്ടെ.